ഹായ് ഡിയേഴ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഒരുപാട് കാലമായി നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നു. SDE എന്താണ് കോൾ ഫോർ ചെയ്യാത്തത്, ആപ്ലിക്കേഷൻ എന്താണ് കോൾ ഫോർ ചെയ്യാത്തത്, ഇനി വിളിക്കുകയോ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടായിരുന്നു കുറേ കാലമായിട്ട്. അപ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു എൻഡ് ഇട്ടിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് UG ആൻഡ് PG കോഴ്സസ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം UG കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ PG കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോയും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരിക, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ് PG വിളിച്ചിട്ടുള്ളത്, അതിന് മറ്റ് അനുബന്ധമായ കോഴ്സുകൾ ഏതൊക്കെയാണ്, കോഴ്സ് ഓപ്പൺ കോഴ്സ്, അങ്ങനെ മറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യാം. അതേപോലെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തന്നെ, ഫീസ് സ്ട്രക്ചറും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇപ്പോൾ കാണാം. സോ ഓവർ ടു ദ വീഡിയോ. സോ ലെറ്റ്സ് ചെക്ക് ദ ഡീറ്റെയിൽസ്. So this is the notification released by University of Calicut. PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സസ് ആണെന്ന് ആദ്യം കാണാം. സോ പ്രോഗ്രാംസ് ഓഫേർഡ്: മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ അറബിക്, MA എക്കണോമിക്സ്, MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി, MA ഹിന്ദി, MA മലയാളം, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഫിലോസഫി, MA സാൻസ്ക്രിറ്റ്, MA സോഷ്യോളജി. ദെൻ മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാത്തമാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ 12 കോഴ്സുകൾക്കാണ് PG ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ്, പിന്നെ മാർക്ക് റിലാക്സേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷനാണ്, PGയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനാണ്. സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളിതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇക്വലൻസി ഡീറ്റെയിൽസ് ചോദിക്കുന്നത് 10+2+3 പാറ്റേൺ ആയിരിക്കണം. PG ആയതുകൊണ്ട് തന്നെ 10+2 നിങ്ങളുടെ സ്കൂളിങ്ങും 3 years ഡിഗ്രി അതും ആണ് നിങ്ങളുടെ ഒരു ഇത് വരുന്നത്, അതായത് എലിജിബിലിറ്റി, ബേസിക് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലോ മറ്റേതെങ്കിലും CBSE പോലെ മറ്റ് സിലബസുകളാണെങ്കിലും എക്വലൻസി റെക്കഗ്നിഷൻ ഉള്ള കോഴ്സുകളായിരിക്കണം +2 ഡിഗ്രി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് മാത്രമാണ് PG അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 50% മാർക്സ് ഇൻ ഓൾ ദിസ് ഇസ് ഇനഫ്. MA അറബിക് ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കിംഗ്, ഗ്രേഡ് സിസ്റ്റം ആണെങ്കിലും മാർക്ക് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും ഉണ്ട്. സോ MA ഇംഗ്ലീഷ്, MA ഹിന്ദി, MA ഹിസ്റ്ററി, MA മലയാളം, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഫിലോസഫി, MA സാൻസ്ക്രിറ്റ്, MA സോഷ്യോളജി, MCom, MSc മാത്തമാറ്റിക്സ്. ഓക്കെ. ഇനി പ്രോഗ്രാം സ്ട്രക്ചർ, നിങ്ങൾ എലക്റ്റീവ് പേപ്പേഴ്സ്, ഓപ്ഷണൽ പേപ്പേഴ്സൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അത് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MA ഇംഗ്ലീഷിന് നിങ്ങൾ സെമസ്റ്റർ 3 സ്റ്റുഡൻസ് ഹാവ് ടു ചൂസ് 2 എലക്റ്റീവ് കോഴ്സസ് ഫ്രം ദിസ് ഫോളോയിങ് ലിസ്റ്റ്. അപ്പോൾ എലക്റ്റീവ് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സ് അല്ലാതെ നിങ്ങൾ 2 ഓപ്ഷണൽ പേപ്പേഴ്സ് അല്ലെങ്കിൽ എലക്റ്റീവ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഏത് സെമസ്റ്ററിലാണ്? ഇവിടെ ഇംഗ്ലീഷിൻ്റെ കേസിൽ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലുമാണ് എലക്റ്റീവ് പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ 2 എലക്റ്റീവ് നിങ്ങൾ 3rd സെലക്ട് ചെയ്യണം. അപ്പോൾ 9 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് 2 സെലക്ട് ചെയ്യാം. അതേപോലെ 4th സെമസ്റ്ററിലും വരുന്നുണ്ട് എലക്റ്റീവ് പേപ്പേഴ്സ്. യു ഹാവ് ടു ചൂസ് 2 എലക്റ്റീവ് കോഴ്സസ് ഫ്രം ദിസ് ഫോളോയിങ് ലിസ്റ്റ്. ഇവിടെ 9 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ 9 കോഴ്സുകളിൽ നിന്ന് 2 കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എലക്റ്റീവ് പേപ്പേഴ്സായിട്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഉണ്ട്. സോ MA അറബിക്കിന് 4 തന്നിട്ടുണ്ട്, അതൊന്ന് 2 സെലക്ട് ചെയ്യുക ഫോർ ഈച്ച് ഓഫ് ദിസ്. ഇവിടെ സ്റ്റുഡൻസ് ഹാവ് ടു ചൂസ് 1 എലക്റ്റീവ് കോഴ്സ്. ഇവിടെ 2 എലക്റ്റീവ് കോഴ്സ് ഇല്ല, 4th സെമസ്റ്ററിൽ 1 എലക്റ്റീവ് കോഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ.
ഇനി ഈ MA ഹിന്ദീൻ്റെ കാര്യം നോക്കൂ. സ്റ്റുഡൻസ് ഹാവ് ടു ചൂസ് എനി 1 എലക്റ്റീവ് കോഴ്സ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഇവിടെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്നുണ്ട്. അപ്പോൾ ഒരു സെമിസ്റ്ററിൽ 2 എലക്റ്റീവ് കോഴ്സുകളാണ്. അത് പക്ഷേ ഈ 2 ഗ്രൂപ്പിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പ് 1 3 ഉണ്ട്, അതൊന്നൊന്ന് എടുക്കുക. ഗ്രൂപ്പ് 2 3 ഉണ്ട്, അതൊന്നൊന്ന് എടുക്കുക. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇവിടെ സെലക്ഷൻ വരുന്നത്. സെയിം പ്രൊസീജിയർ ആണ് സെമിസ്റ്റർ 4. ഫ്രം ഈച്ച് ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് ഉണ്ട്. വിച്ച് മീൻസ് തേർഡ് സെമിസ്റ്ററിൽ ടോട്ടൽ 3 എലക്റ്റീവ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് MA മലയാളം. അപ്പോൾ ഫോർത്ത് സെമിസ്റ്ററിൽ അത്ര ഉണ്ടാവില്ല, ഒന്ന് കുറഞ്ഞുണ്ടാവും. ടോട്ടൽ 4 എലക്റ്റീവ് ആണല്ലോ, അതിലൊരു 3 എണ്ണം നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ പഠിച്ച സ്ഥിതിക്ക് ഫോർത്ത് സെമിസ്റ്ററിൽ ഒരു എലക്റ്റീവ് പഠിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം, നിങ്ങളുടെ ഏത് കോഴ്സാണ് അതിനനുസരിച്ച് ചെക്ക് ചെയ്യാം. The SD will provide contact classes and study materials only for elective courses, human rights in India and Indian administration. സെപ്പറേറ്റ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കോണ്ടാക്ട് ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെ MA ഹിസ്റ്ററീൻ്റെ കേസിൽ ഇതാ 3 ഗ്രൂപ്പ് തേർഡ് സെമിസ്റ്ററിലുണ്ട്. ഫോർത്ത് സെമിസ്റ്ററിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. MA ഫിലോസഫി, MA സോഷ്യോളജി, MA സാൻസ്ക്രിറ്റ്, MA സാൻസ്ക്രിറ്റ് സാഹിത്യ, MSc മാത്തമാറ്റിക്സ് ആൻഡ് MCom. ഡീറ്റെയിൽസ് സിലബസ് ഒക്കെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങളുടെ സിലബസ് വൈസ് ചെക്ക് ചെയ്യാനായിട്ട് UOCയുടെ വെബ്സൈറ്റ് പോയാൽ മതി. ഇനി നമുക്ക് ഫീ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ പ്രൈവറ്റ് രജിസ്ട്രേഷന് ഫീ ആയിട്ട് വരുന്നത് 1500 രൂപയാണ്, 1500 റുപ്പീസ്. പിന്നെ വരുന്നത് മെട്രിക്കുലേഷൻ ഫീ ഓർ റീമെട്രിക്കുലേഷൻ ഫീ. ശ്രദ്ധിക്കുക, ഇവിടെ മെട്രിക്കുലേഷൻ ഫീയും റീമെട്രിക്കുലേഷനും ഫീയും ഒരു സ്റ്റുഡൻറ്റ് അടയ്ക്കേണ്ടതില്ല. ഐദർ ഓഫ് ദീസ്. അപ്പം ഫോർ ദോസ് ഹു ആർ എൻറോളിംഗ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം 115 രൂപയാണ് അടയ്ക്കേണ്ടത്. മെട്രിക്കുലേഷൻ ഫീ ആണ് അടയ്ക്കേണ്ടത്. ഫോർ ദോസ് ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം അതർ യൂണിവേഴ്സിറ്റി ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടു അതർ യൂണിവേഴ്സിറ്റി 170 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് മെട്രിക്കുലേഷൻ ഫീ അല്ലെങ്കിൽ റീമെട്രിക്കുലേഷൻ ഫീ ആണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി, പിന്നെ വീണ്ടും തിരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് റീമെട്രിക്കുലേഷൻ ഫീ ആണ്. പക്ഷെ ആദ്യമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേർന്ന ഒരു കുട്ടി മെട്രിക്കുലേഷൻ ഫീ ആയിരിക്കും അടയ്ക്കേണ്ടത്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഡിഫറൻസ്. ദെൻ റെക്കഗ്നിഷൻ ഫീ. മറ്റ് ബോർഡോ സ്റ്റേറ്റ്സ് എന്നൊക്കെ ആണെങ്കിൽ റെക്കഗ്നിഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റേജ് ചാർജസും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സംബന്ധമായ മെമ്മോയും മറ്റ് ഡീറ്റെയിൽസും വരാനായിട്ട് പോസ്റ്റേജ് ചാർജ് ഉണ്ട്, 60 റുപ്പീസ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഫീ വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈനാണ്. അപ്പോൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. Now let's check the documents to be submitted along with the application. You have ഒറിജിനൽ ചലാൻ റെസിപ്റ്റ്, ഫീ അടച്ച ചലാൻ റെസിപ്റ്റ് വേണം, ഒറിജിനൽ TC, പിന്നെ ഒറിജിനൽ ആൻഡ് കോപ്പീസ് ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് SSLC ഈക്വലൻ ഫോർ ഏജ് പ്രൂഫ്. അപ്പം SSLCൻ്റെ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് കൂടെ വെക്കണം. Then those who are eligible for mark relaxation should submit relevant documents. Self-addressed envelope. ഒരു എൻവലപ്പ് വാങ്ങിയിട്ട് അതിൽ നിങ്ങളെ അഡ്രസ്സ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് എഴുതിയിട്ട് 30 cm × 25 cm എൻവലപ്പാണ് ആവശ്യമുള്ളത്. അതിൽ നിങ്ങളെ അഡ്രസ്സ് സ്റ്റാമ്പ് ഒന്നും ഒട്ടിക്കണ്ട, അഡ്രസ്സ് എഴുതിയിട്ട് അതും അയക്കാം. Then additional PG candidates should submit original and copies of their existing PG degree. ഓൾറെഡി നിങ്ങൾക്കൊരു PG ഡിഗ്രി ഉണ്ട്, ഇനി ഒന്നും കൂടി അഡീഷണൽ ആയിട്ട് എടുക്കാനാണെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത PG ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കോപ്പീസും അയക്കേണ്ടതായിട്ടുണ്ട്. And those who have already registered for any degree examination and discontinued the program must produce cancellation memo.
ഓൾറെഡി ഒരു PGക്ക് ചേർന്ന് പകുതി വെച്ച് അത് നിർത്തി അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള മെമ്മോ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലാതെ നിങ്ങൾ പോസ്റ്റൽ വഴി അയക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ അഡ്രസ്സ് എവിടേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കാണാം. ഡെപ്യൂട്ടി രജിസ്ട്രാർ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, SD ബിൽഡിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, PO മലപ്പുറം 673635. ടെലിഫോൺ നമ്പേഴ്സും അവൈലബിൾ ആണ്. ഇമെയിൽ ID ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്ലിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ഡിജിറ്റൽ വിങ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആൻഡ് ദിസ് ഓൾ ഡീറ്റെയിൽസ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതും ആഫ്റ്റർ നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ആദ്യം നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ എലിജിബിലിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഫീ അടയ്ക്കേണ്ടതില്ല. മുൻ വർഷങ്ങളിലൊക്കെ ആദ്യം ഫീ അടച്ചതിന് ശേഷമായിരുന്നു മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഈ കൊല്ലം അങ്ങനെയല്ല. ഈ കൊല്ലം നിങ്ങൾ അപ്ലിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനാവുമ്പോഴാണ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ആദ്യമേ ഫീ അടച്ച് റെഡി ആവേണ്ട കാര്യമില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഐ തിങ്ക് മേജർ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്തു തോന്നുന്നു. കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടാനായിട്ട് അതൊക്കെ ഓരോ ഗ്യാപ്പിലായിരിക്കും യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുക അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഈ ഇൻഫർമേഷനൊന്നും ആരും അറിയാതെ പോവാതിരിക്കാൻ നിങ്ങളിതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിളിച്ച കാര്യം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം. So thanks for watching. Keep supporting, keep watching. Thank you.